ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ വീണ്ടും അപകടം. മേൽപ്പാതയ്ക്കും സർവീസ് റോഡിനും ഇടയിലുള്ള ഡിവൈഡറിലാണ് തുടർച്ചയായി 4ാം തവണയും വാഹനമിടിച്ചു കയറി അപകടമുണ്ടായത്. ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മാങ്കൊമ്പ് ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. കൊച്ചിയിൽ നിന്നും നെയ്യാറ്റിങ്കരയ്ക്ക് പോയ കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഉയരമുള്ള വാഹനമായതിനാൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. എതിരെ വന്ന വാഹനത്തിന്റെയും ഇതിനെ മറികടന്നു വന്ന മറ്റൊരു വാഹനത്തിന്റെയും വെളിച്ചം കണ്ണിൽ ശക്തിയായി പതിച്ചതോടെ ഡിവൈഡർ കാണാൻ സാധിക്കാതെ വന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് ഡ്രൈവർ പറഞ്ഞു. ഇതേ സ്ഥലത്ത് ഇത് 4ാം തവണയാണ് സമാനമായ രീതിയിൽ അപകടമുണ്ടാവുന്നത്. ഓരോ തവണയും വാഹനത്തിലുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മേൽപ്പാലങ്ങളെയും സർവീസ് റോഡുകളെയും വേർതിരിക്കുന്ന ഡിവൈഡറുകളിൽ ആവശ്യമായ റിഫ്ലക്ടറുകൾ, മുന്നറിയിപ്പ് ലൈറ്റുകളും സ്ഥാപിക്കാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി. പല സ്ഥലത്തും വീതി കൂട്ടി, പെട്ടെന്ന് വീതി കുറച്ചു, ഒരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരു സിഗ്നൽ പോലും കൊടുക്കാതെ ചെയ്തു. പല ഭാഗങ്ങളും, പല ഫ്ലൈ ഓവറുകളുടെ എല്ലാം കയറ്റത്തിലും ഇറക്കത്തിലും എല്ലാം ഇത് തന്നെയാണ് പ്രശ്നം. ഒരു സ്കൂളിൽ ഒരു 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏറ്റവും അശാസ്ത്രീയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിത് ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് ഇത്രയും നാളും മനസ്സിലാക്കാതെ പോയത്? മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനത്തിന് തയ്യാറാവണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പല മേൽപ്പാലങ്ങളിലെയും ടാറിംഗ് അടക്കമുള്ള ജോലികൾ AC റോഡിൽ ഇനിയും ബാക്കിയാണ്. തെരുവു വിളക്കുകളുടെ അഭാവവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മാങ്കൊമ്പ് അടക്കമുള്ള ജംഗ്ഷനുകളിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപകടം ഒഴിവാക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.